ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കുറേ കാലമായാലോ വന്നിട്ട്. ഇപ്പം എന്നൊരു നല്ല ഹെൽത്തി തോരനായാലോ. നമ്മളെ വാഴത്തട്ട കൊണ്ട് ഞാൻ എന്തൊക്കെ വാഴത്തട്ട അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കുറച്ച് നേരം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി ഒരു വാരപാത്രത്തിലേക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതുള്ളൊരു തോരനുണ്ടാക്കിയാലോ. കുറച്ച് തേങ്ങ ഉണ്ട്, പിന്നെ ചെറിയുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം എടുത്തിട്ട് ഒന്ന് ചമ്മന്തി ആക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ചമ്മന്തി ആയിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ എന്താ അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണക്ക് നല്ല വിലയല്ലേ ഇപ്പം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ കേട്ടോ. അപ്പം നമ്മൾ ആ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ച വാഴക്കൂമ്പ് തോരനില്ലേ, വാഴക്കൂമ്പ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം കേട്ടോ. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കല്? പലരും പല രീതിയിലാട്ടോ. ഞാനും ഉണ്ടാക്കലുണ്ട് പല ടൈപ്പിൽ. മുതിര ഇട്ടിട്ടുണ്ടാക്കും, ചെറുപയർ ഇട്ടിട്ട്, പരിപ്പിട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇത് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടിയൊക്കെ തുറന്ന് തന്നപ്പോൾ ഏകദേശം എന്ത് വന്നിട്ടുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ച് ചമ്മന്തി ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ട്രിക്കും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഇതുവരെ ചേർത്തിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്തേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു ഹെൽത്തി തോരനാണിത്. നമുക്ക് നല്ലൊരു ഹെൽത്തിയാണ്, വിഷമൊന്നുമില്ലാത്തതാണ്. നമുക്ക് കുറച്ച് നേരം ഇത് മൂടിയൊക്കെ വെച്ച് ഞാൻ തുറന്ന് നോക്കി. ചമ്മന്തിയും നമ്മളെ വാഴക്കൂമ്പ് തോരങ്ങളും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ മുട്ട ഒഴിച്ചെടുത്തിട്ട് ഒന്നിങ്ങോട്ട് ചിക്കി കൊടുക്കുക കേട്ടോ. മുട്ട ഒന്ന് ചിക്കി എടുക്കുകയാണ് ഇതിലേക്ക്. അപ്പോൾ 1-2 മുട്ട എടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് സാധനമായത് കാരണമാണ് ഒരു മുട്ട എടുത്തത്. മുട്ട കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്ന് മുട്ട ഒന്ന് സ്ക്രാബിൾ ചെയ്ത് കൊടുക്കുകയാണ്, ചിക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി, എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാണ് തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ. അസ്സലാമു അലൈക്കും. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.